കൊല്ലം രൂപതയുടെ പ്രഥമ തദ്ദേശീയ മെത്രാൻ ദേവദാസൻ ബിഷപ്പ് ജെറോം മരിയ ഫെർണാണ്ടസിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ 4ാമത് ഗുഡ് സമരിറ്റൻ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ബഹുമാനപ്പെട്ട മുൻ കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്ക് സമ്മാനിച്ചു. കൊല്ലം ബിഷപ്പ് കത്തലാനി സെന്ററിൽ നടന്ന ചടങ്ങിൽ കൊല്ലം രൂപത മെത്രാൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി മറിയാമ്മ ഉമ്മൻചാണ്ടിക്ക് പുരസ്കാരം നൽകി. കൊല്ലം രൂപതയുടെ പ്രഥമ തദ്ദേശീയ മെത്രാനായ ദേവദാസൻ ജെറോം മരിയ ഫെർണാണ്ടസ് പിതാവ് നിത്യതയിലേക്ക് കടന്നുപോയതിന്റെ 33ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് പുരസ്കാരം നൽകിയത്. വെള്ളിയാഴ്ച കൊല്ലം ബിഷപ്പ് കത്തലാനി സെന്ററിൽ ബഹുമാനപ്പെട്ട കേരള മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൊല്ലം രൂപതയ്ക്ക് നിരവധി സംഭാവനകൾ നൽകിയ വ്യക്തിത്വമാണ് ബിഷപ്പ് ജെറോമിന്റേതെന്ന് മന്ത്രി പറഞ്ഞു. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കൊല്ലം മറക്കില്ലെന്നും നന്ദിയോടെ ഓർക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം ഗുഡ് സമരിറ്റൻ പുരസ്കാരം ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മരണത്തിന് ശേഷവും വിശ്വാസികൾക്ക് ദൈവസന്നിധിയിൽ നിത്യ ജീവിതം ലഭിക്കുമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിന് ഏറ്റവും അർഹൻ ജെറോം പിതാവാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ബിഷപ്പ് ജെറോം എം ഫെർണാണ്ടസ് കൊല്ലം രൂപതയുടെ ആദ്യത്തെ തദ്ദേശീയ മെത്രാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഇന്ന് കൊല്ലം രൂപതയിൽ ഫെബ്രുവരി മാസത്തിൽ തന്നെ വിവിധ അനുസ്മരണ പ്രഭാഷണങ്ങളും പരിപാടികളും സംഘടിപ്പിക്കപ്പെട്ടതായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഞാനും ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. പ്രിയപ്പെട്ട നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്ക് മരണാനന്തര ബഹുമതി നൽകി ആദരിക്കുകയാണ്. കർമ്മനിരതനായ രാഷ്ട്രീയ പ്രവർത്തകനായും മാനവിക മുഖമുള്ള ഒരു നേതാവായും കേരളം എന്നും ഓർക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടി ഗുഡ് സമരിറ്റൻ പുരസ്കാരം നേടുന്നതിൽ വലിയ സന്തോഷം തോന്നുകയാണ്. ജെറോം പിതാവിനെ അനുസ്മരിക്കുമ്പോൾ പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു ബിഷപ്പ് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അദ്ദേഹം പറയേണ്ടുന്നത് ആത്മീയതയുടെയും സാമൂഹ്യ നീതിയുടെയും സമന്വയമായ ഒരു സന്ദേശം ആയിരിക്കണം. ഈ സന്ദേശം വിശ്വാസികളെ പ്രചോദിപ്പിക്കുകയും കരുണയും നീതിയും സമാധാനവും എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും വേണം. അക്കാര്യത്തിലൊക്കെ ജെറോം തിരുമേനി കാണിച്ച പ്രതിബദ്ധത ഇന്നും എടുത്തു പറയേണ്ട ഒന്നാണ്. കൊല്ലത്തെ കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനത്തിന് നേതൃത്വം നൽകിയ അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു. ആരാധനാലയങ്ങളും സഭാവികസനവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റൊരു ദൗത്യം. സാമൂഹ്യ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് സാധ്യമായതെന്തും ചെയ്യുവാൻ ബിഷപ്പ് നന്നായി പരിശ്രമിച്ചു. ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മറിയാമ്മ ഉമ്മൻചാണ്ടി പറഞ്ഞു. ബിഷപ്പ് ജെറോം ഒരു മരിയ ഭക്തനായിരുന്നു. ഉമ്മൻചാണ്ടിയും അതുപോലെ ഒരു മരിയ ഭക്തനായിരുന്നു. പാവങ്ങളോട് ചേർന്ന് ലളിത ജീവിതം നയിക്കാനും സാധാരണക്കാരനെ സഹായിക്കാനും ജെറോം ശ്രമിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ഉമ്മൻചാണ്ടിയും. എന്നാൽ ഒരാൾ ആത്മീയ ലോകത്തും മറ്റൊരാൾ രാഷ്ട്രീയ ലോകത്തുമായിരുന്നുവെന്ന് മറിയാമ്മ പറഞ്ഞു. ജെറോം മരിയ ഫെർണാണ്ടസ് ഒരു മരിയ ഭക്തനെന്ന് അറിയുന്നു. നമ്മളും എല്ലാവരും മരിയ ഭക്തരാണ്. ഉമ്മൻചാണ്ടി അങ്ങനെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ലളിത ജീവിതം, പാവങ്ങളോട് ചേർന്ന് ജീവിക്കാനും സാധാരണക്കാരെ സഹായിക്കാനും ജെറോം പിതാവ് ചെയ്തതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ചെയ്തിട്ടുണ്ട്. രണ്ട് ലോകത്താണെന്ന്, ഒന്ന് ആത്മീയ ലോകവും മറ്റൊന്ന് രാഷ്ട്രീയ ലോകവും. എന്തായാലും നമുക്ക് ഒന്നിച്ച് സ്നേഹം പങ്കുവെക്കാം. അനുസ്മരണ ചടങ്ങിൽ കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ, വികാരി ജനറൽ റവറൻ ഡോക്ടർ ബൈജു ജൂലിയൻ, സിസ്റ്റർ ആഗ്നസ്, മുൻ മേയർ പ്രസന്ന ഏണസ്റ്റ് തുടങ്ങിയവർ പങ്കെടുത്തു. ഷെക്കനാനോസ്, കൊല്ലം.